കാത്തിരിക്കുമ്പോൾ അയാളുടെ പാതി ഓർമ്മയിൽ അയാളുടെ ചെവിയിൽ കേൾപ്പിച്ചുകൊണ്ടിരിക്കേണ്ട മന്ത്രധ്വനി ഏതാണ്? ലാ ഇലാഹ ഇല്ലല്ലയാണ്. ഇത്രയും മർമ്മപ്രധാനമായ ഈ വചനം വിശുദ്ധ ഖുർആനിന്റെ എത്രയോ ഭാഗങ്ങളിൽ എടുത്തു പറഞ്ഞ വചനം. ഇത് പഠിക്കണം എന്നാണ്. ഇത് പഠിക്കുക എന്നത് സഹോദരങ്ങളെ കേവലം ഒരു സുന്നത്തായ കാര്യമല്ല, സൗകര്യം കിട്ടിയാൽ പഠിക്കേണ്ട കാര്യമല്ല. വിശുദ്ധ ഖുർആൻ നിർബന്ധമായും പഠിക്കണമെന്ന് പറയുന്ന കാര്യമാണ്. ഫഅലം അന്നഹു ലാ ഇലാഹ ഇല്ലല്ലാഹ്, അല്ലാഹുവല്ലാതെ ആരാധനയില്ലെന്നുള്ള കലിമ ഷഹാദത്ത് നീ പഠിച്ചിരിക്കണമെന്ന് നിർബന്ധ രൂപത്തിൽ ഖുർആൻ നമ്മളോട് ആവശ്യപ്പെടുന്നു. നമസ്കരിക്കണമെന്ന് പറഞ്ഞത് എത്ര ഗൗരവത്തിലാണോ അത്ര ഗൗരവത്തിൽ നമ്മളോടത് പഠിക്കാൻ പറയുന്നു. ഏത് ഗുരുനാഥന്റെ മുന്നിലാണ് സഹോദരങ്ങളെ ഈ കലിമത്ത് പഠിക്കാൻ നമ്മൾ ഇരുന്നത്? ഏത് ഉസ്താദാണ് ഈ ലാ ഇലാഹ ഇല്ലല്ലയുടെ അർത്ഥം നമുക്ക് പകർന്നു തന്നത്? എവിടെ നിന്നാണ് നമ്മൾ ഇതിന്റെ അർത്ഥവും ആശയവും കേട്ടത്? കേട്ടിട്ടില്ലെങ്കിൽ അള്ളാഹുവിലേക്ക് ഈ നിമിഷത്തിൽ തിരിച്ചു പോയാൽ അള്ളാഹു നമ്മെ സ്വീകരിക്കുകയില്ല. തൃപ്തിയോടുകൂടെ അള്ളാഹു നമ്മെ സ്വീകരിക്കുകയില്ല. ഈ കലിമത്ത് അതിന്റെ അർത്ഥവ്യാപ്തിയോടുകൂടെ ഉൾക്കൊണ്ടുകൊണ്ട് ഉച്ചരിച്ച് അള്ളാഹുവിൽ പങ്കു ചേർക്കാതെ ശിർക്കില്ലാതെ ഷഹാദത്ത് കലിമയുടെ അർത്ഥം ഉൾക്കൊണ്ടുകൊണ്ട് അള്ളാഹുവിനെ കണ്ടുമുട്ടിയാൽ അവന് സ്വർഗം നൽകുമെന്ന് അള്ളാഹു പറയുന്നു. അള്ളാഹു സ്വർഗം നൽകുമെന്ന് പറയുന്നു. സഹോദരങ്ങളെ, ഇത്രയും സുപ്രധാനമായ ഒരു വചനം എന്തുകൊണ്ട് പഠിപ്പിക്കപ്പെട്ടു പോകുന്നില്ല എന്നതാണല്ലോ ആദ്യം സംസാരത്തിന് വിധേയമാക്കുന്നത്. ഇത് ആവർത്തിച്ച് പറയുമ്പോഴും കേൾക്കുമ്പോഴും ആരോ അറിയാതെ നമ്മുടെ ഹൃദയങ്ങളിൽ വിരസത സൃഷ്ടിക്കുന്നുണ്ട്. ഇതിനേക്കാളും ഇമ്പമുള്ള വിഷയമുണ്ടല്ലോ, ഇതിനേക്കാളും താല്പര്യമുള്ള കാര്യങ്ങളുണ്ടല്ലോ, അത് പറഞ്ഞു തുടങ്ങാമല്ലോ, അത് കേൾപ്പിക്കാമല്ലോ എന്ന് എന്തുകൊണ്ടോ ഈ വലിയ വിജ്ഞാനത്തിന് നേരെ നമ്മുടെ മനസ്സാക്ഷിയെ ആരോ തിരിച്ചുവിടുന്നുണ്ട്, ആരോ ആശയക്കുഴപ്പത്തിലാക്കുന്നുണ്ട്. ഇത് ഗൗരവപരമായ വിഷയമാണ്. നിങ്ങൾ ആലോചിച്ച് നോക്കൂ സഹോദരങ്ങളെ, അസത്യമായ ഒന്നും എനിക്കിവിടെ പറയേണ്ടതില്ല, സത്യമായതേ പറയേണ്ടതുള്ളൂ. ജീവിതത്തിൽ കുടുംബത്തെ അനാഥമാക്കി, അതേപോലെ തന്നെ സ്വന്തം നാടിനെ അന്യമാക്കി, ജീവിതത്തെ മരണത്തിന് മുമ്പിൽ സമർപ്പിച്ച് പോരാടിയ ഒരു ധീരനായ പ്രവാചകന്റെ സംഭവം വിശുദ്ധ ഖുർആനിന്റെ താളുകളിൽ ആവർത്തിച്ച് പഠിപ്പിക്കപ്പെടുന്നുണ്ട്. ഏറ്റവും അധികം അള്ളാഹുവിന്റെ ദീനിന് വേണ്ടി ത്യാഗം ചെയ്ത പ്രവാചകന്റെ പേര് പറയുമ്പോൾ ലോകത്തിന് മുഴുവനും ത്യാഗത്തിന്റെ മാതൃകയായി എടുത്തു കാട്ടപ്പെടുന്നത് ആരെയാണ് സഹോദരങ്ങളെ? മരണം കൊടുക്കാൻ, ജീവിതം കൊടുക്കാൻ തയ്യാറായ, കുടുംബത്തെ സമർപ്പിക്കാൻ തയ്യാറായ, സ്വദേശം വിട്ട് പലായനം ചെയ്യാൻ തയ്യാറായ ഒരു മഹാപ്രവാചകനെ കുറിച്ച് ഖുർആനിൽ പറയുന്നില്ലേ? വജാഹിദു ഫില്ലാഹി ഹഖ്ക ജിഹാദിഹി ഹുവജ്തബാകും വമാ ജഅല അലൈക്കും ഫിദ്ദീനി മിൻ ഹറജ്. ജാഹിദു ഫില്ലാഹി ഹഖ്ക ജിഹാദിഹി, അല്ലാഹുവിന്റെ മാർഗത്തിൽ നിങ്ങൾ ശരിയായ രൂപത്തിൽ ജിഹാദ് ചെയ്യണം, ധർമ്മസമരം നിങ്ങൾ ചെയ്യണം. നിങ്ങൾ ത്യാഗം ചെയ്യുന്നു എന്ന് പറയുന്നു അള്ളാഹുവിന്റെ മാർഗത്തിൽ. അള്ളാഹുവിന്റെ മാർഗത്തിലെ പ്രയത്നത്തിലാണ് ഞാനെന്ന് നിങ്ങൾ ഓരോരുത്തരും പറയുന്നു. ഞങ്ങളാണ് അള്ളാഹുവിന് വേണ്ടി ത്യാഗം ചെയ്യുന്നവർ, ഞങ്ങളാണ് അള്ളാഹുവിന്റെ മാർഗത്തിൽ സത്യത്തിന്റെ പ്രബോധകർ എന്നൊക്കെ പലരും അവകാശപ്പെടുന്നു. പക്ഷേ എന്താണ് യഥാർത്ഥമായ ത്യാഗം? എന്താണ് യഥാർത്ഥമായ സമരം? അള്ളാഹു നമ്മെ പഠിപ്പിക്കുന്നു സൂറത്ത് ഹജ്ജിന്റെ അവസാനത്തെ വചനത്തിൽ, മില്ലത അബീകും ഇബ്രാഹിം, ഇബ്രാഹിമിന്റെ സമരമാണ് യഥാർത്ഥ സമരം. ഇബ്രാഹിം നബിയുടെ ത്യാഗ ജീവിതമാണ് യഥാർത്ഥമായ ജിഹാദ്. ഇബ്രാഹിം നബി ഉയർത്തിയ ശബ്ദം ആരുയർത്തുന്നുവോ അവരാണ് ത്യാഗികൾ. ഇബ്രാഹിം നബി പറഞ്ഞ വചനങ്ങൾ ആരുറക്കെ പറയുന്നുവോ അവരാണ് ത്യാഗികൾ എന്ന് വിശുദ്ധ ഖുർആൻ പറയുന്നു. അതിനപ്പുറം ഒരു ജിഹാദില്ല, അതിനപ്പുറം ഒരു ധർമ്മസമരമില്ല. വജാഹിദു ഫില്ലാഹി ഹഖ്ക ജിഹാദിഹി ഹുവജ്തബാകും വമാ ജഅല അലൈക്കും ഫിദ്ദീനി മിൻ ഹറജ്. പടച്ച തമ്പുരാൻ ഇബ്രാഹിം നബി ഉയർത്തിയ മഹത്തായ ആദർശം വിളിച്ചു പറയാൻ, അത് പ്രബോധനം ചെയ്യാൻ മുസ്ലിങ്ങളെ നിങ്ങളെയാണ് തിരഞ്ഞെടുത്തിരിക്കുന്നത്, നിങ്ങളെയാണ് നിശ്ചയിച്ചിരിക്കുന്നത്. അമാന്തം കാണിക്കാതെ ജീവാർപ്പണം ചെയ്ത് ഇബ്രാഹിമിന്റെ മാർഗത്തിലേക്ക് വരൂ എന്നാണ് വിശുദ്ധ ഖുർആൻ നമ്മെ വിളിക്കുന്നത്. എന്താണ് സഹോദരങ്ങളെ ഇബ്രാഹിം നബി പഠിപ്പിച്ചത്? ഇബ്രാഹിം നബി ഇസ്ലാം എന്തു പഠിപ്പിച്ചു എന്ന് ഖുർആൻ നിവർത്തി വെച്ച് നിഷ്കളങ്കമായി വായിക്കൂ. പ്രവാചകൻ, ആ മഹാനായ പ്രവാചകൻ തിരുമേനിയുടെ ജീവിതം പരിശോധിക്കുമ്പോൾ നമുക്ക് കാണാൻ കഴിയും സഹോദരങ്ങളെ ത്യാഗത്തിന്റെ ഒട്ടേറെ നിമിഷങ്ങൾ. ആ ത്യാഗത്തിന്റെ നിമിഷങ്ങളെ ഭയന്നതുകൊണ്ടാണ് ആ പ്രവാചകൻ ഉയർത്തിക്കാണിച്ച ഈ സത്യവചനത്തെ ഇന്നാളുകൾ മാറ്റിവെക്കുന്നത്. സ്വന്തം പിതാവ് ആദ്യം പിതാവിനോട് സലാം പറഞ്ഞിറങ്ങേണ്ടി വന്നു. എന്താണ് പിതാവിനോട് പറഞ്ഞത്? അതായിരിക്കും പറഞ്ഞിരിക്കുക എന്ന് ഊഹിച്ച് നമ്മൾ സങ്കല്പിച്ചുണ്ടാക്കി പറയേണ്ട ആവശ്യമില്ല. സ്വന്തം പിതാവിനോട് സ്വന്തം വീടിന്റെ ഉള്ളിൽ നിന്നുകൊണ്ട്
ജീവനോടുകൂടെ ഇബ്രാഹിം നബി പറഞ്ഞ വാക്ക് സത്യസന്ധമായി വിശുദ്ധ ഖുർആൻ സൂറത്തു മറിയമിൽ എടുത്തു പറയുന്നുണ്ട്. അത് പറയുന്നവൻ ജിഹാദിന്റെ രംഗത്താണ്. അവനെ വീട്ടുമുറ്റത്തേക്ക് സ്വന്തം മാതാപിതാക്കൾ പിടിച്ചിറക്കും. അവന്റെ നാട്ടുകാർ അവനെ നാട്ടിൽ നിന്നും നാട് കടത്തും. അവനവിടെ താമസിക്കാൻ സ്ഥലം അനുഭവിക്കില്ല. അവിടുത്തെ കടകളിൽ നിന്നും അവന് സാധനങ്ങൾ ലഭിക്കില്ല. അവൻ മരിച്ചാൽ പോലും മരിച്ച ഒരു പരേതാത്മാവിനോട് കാണിക്കുന്ന ആദരവ് പോലും അയാൾക്ക് നൽകില്ല. ഇതാർക്ക് കഴിയില്ല? ജന്മം നൽകിയ പിതാവിന് കഴിയില്ല. അതേപോലെ തന്നെ പ്രസവിച്ച് നൊന്തു മടിയിൽ വെച്ച മാതാവ് പോലും നിരാകരിക്കും. ഈ വലിയ ജിഹാദ് സഹോദരങ്ങളെ വേറെ ഏത് രംഗത്താ ചെയ്യാനുള്ളത്? ഇത്രയും ത്യാഗം മറ്റേത് രംഗത്ത് അനുഭവിക്കണം? ഇബ്രാഹിം നബി വാപ്പയോട് പറഞ്ഞല്ലോ, വദ്കുർ ഫിൽ കിതാബി ഇബ്രാഹിം, ഇബ്രാഹിമിന്റെ കഥ നീ ഓതിക്കൊടുക്കുക ജനങ്ങൾക്ക്, എനിക്കും നിങ്ങൾക്കും കേൾക്കാൻ. സൂറത്തു മറിയമിന്റെ താളുകളിൽ ഇബ്രാഹിം നബിന്റെ കഥയുണ്ട്. അതിലെന്താണ് സഹോദരങ്ങളെ ഉള്ളത്? ഇബ്രാഹിം നബി ഇസ്ലാം വാപ്പയോട് ചോദിക്കുകയാണ്, യാ അബതി ലിമ തഅ്ബുദു മാ ലാ യസ്മഉ വലാ യുബ്സിറു വലാ യുഗ്നി അൻക ശൈആ. യാ അബതി, എന്റെ പിതാവേ, ലിമ തഅ്ബുദു മാ ലാ യസ്മഉ വലാ യുബ്സിറു വലാ യുഗ്നി അൻക ശൈആ. എന്തിനാണ് വാപ്പ കേൾക്കുകയും കാണുകയും ചെയ്യാത്ത, നിങ്ങൾക്കൊരു ഉപകാരവും ചെയ്യുമെന്ന് യാതൊരു പ്രതീക്ഷയുമില്ലാത്ത ഇവയ്ക്ക് മുമ്പിൽ എന്തിനു വിളിച്ചു പ്രാർത്ഥിക്കണം എന്നാണ്? സഹോദരങ്ങളെ, വാപ്പ കേവലം അല്ലാഹുവല്ലാത്തവരെ വിളിച്ചു പ്രാർത്ഥിക്കുന്ന ഒരു മുശ്രിക്ക് മാത്രമായിരുന്നില്ല, മറിച്ച് ആരായിരുന്നു? ഒരു പ്രവാചകന്റെ പിതാവാണിത്. ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാം എന്ന മഹാനായ പ്രവാചകന്റെ പിതാവ്. പിന്നെയോ അത് ജീവിത മാർഗമായി സ്വീകരിച്ചവരാണ്. അവർക്കാണ് തൗഹീദിനോട് ഏറ്റവും വലിയ പ്രശ്നം ഉണ്ടാവുക. ശിർക്ക് ജീവിതത്തിന്റെ മാർഗമായിരുന്നു അദ്ദേഹത്തിന്. ജനങ്ങളുടെ അന്ധവിശ്വാസത്തിനും ആരാധനക്കുമുള്ള ആരാധനാമൂർത്തികളെ നിർമ്മിച്ചു കൊടുക്കുന്ന, ബിംബത്തെ നിർമ്മിച്ചു കൊടുക്കുന്ന കൽപ്പണിക്കാരനായിരുന്നു, മരപ്പണിക്കാരനായിരുന്നു അദ്ദേഹം. അദ്ദേഹത്തോട് പറഞ്ഞു, പിതാവേ, നിങ്ങളിത് സ്വീകരിക്കും. എന്തിനെന്ത് ചെയ്തു പോകരുത് നിങ്ങൾ. എന്താണ് സഹോദരങ്ങൾ, വെറുതെ പറയാണോ? വെറുതെ ഒരു ആവേശത്തിന് വേണ്ടി, ജനങ്ങളെ ഒന്ന് കൂടടക്കാൻ വേണ്ടി, നാട്ടിലൊരു പരിഷ്കരണം ഉണ്ടാക്കാൻ വേണ്ടി പറയാം. അതിനു വേണ്ടി പറയുന്ന ആദർശമല്ല സഹോദരങ്ങളെ. എല്ലാരും പറയുന്ന ഇനി വ്യത്യസ്തമാകാൻ വേണ്ടി പറയാണോ? അതിനൊന്നും വേണ്ടി പറയല്ല. പിന്നെ എന്തിനാ പറയുന്നത്? യാ അബതി ഇന്നി ഖദ് ജാഅനി മിനൽ ഇൽമി മാ ലം യഅതിക ഫത്തബിഇനി അഹ്ദിക സിറാത്തൻ സവിയ്യാ. യാ അബതി ഇന്നി ഖദ് ജാഅനി മിനൽ ഇൽമി, എന്റെ പിതാവേ, എനിക്ക് വിവരം കിട്ടിയിട്ടുണ്ട്. സഹോദരങ്ങളെ, ഇത് അള്ളാന്റെ അടുക്കൽ കിട്ടിയ ഒരു സന്ദേശമാണെന്ന് വിശ്വസിക്കുന്നവർക്ക് ഇതിന് പ്രാധാന്യം നൽകുള്ളൂ. ഈ മഹത്തായ ആദർശത്തെ ഒരു സംസ്കരണ പ്രസ്ഥാനമായി കാണുന്ന ആളുകൾക്ക് തൗഹീദിന്റെ മഹത്വം മനസ്സിലാവില്ല. ഈ മഹത്തായ സംരംഭങ്ങളെ ഒരു നവോത്ഥാന സംരംഭമായി മനസ്സിലാക്കുന്നവർക്ക് ഇതിന്റെ പ്രാധാന്യം മനസ്സിലാവില്ല. പിന്നെ നാട്ടിൽ നിന്ന് വിശുദ്ധ ഖുർആനോ പ്രമാണങ്ങളോ ഒന്നും പഠിക്കാത്തവന് ദീനെന്ന് പറഞ്ഞാൽ പോവാൻ ആകെ അറിയണ്ടല്ലോ. നിങ്ങൾ ദീൻ എന്ന് പറഞ്ഞാൽ എന്താ? ദീൻ പറഞ്ഞ ആൾക്കാരോട് സ്നേഹത്തിൽ വർത്താനം പറയാ, നല്ല നിലക്ക് പെരുമാറുക, അയലോക്കാരനെ ഉപദ്രവിക്കാതിരിക്കുക, ഇതൊക്കെ സ്വന്തം നിലക്ക് കണ്ട ജനങ്ങളിൽ നിന്ന് അവൻ പഠിച്ച ചില സത്യങ്ങളാണ്. വിശുദ്ധ ഖുർആനും ഇസ്ലാമിന്റെ പ്രമാണവും വെച്ച് പഠിക്കുമ്പോൾ അതിന് കിട്ടുന്ന ഒരു ദീനുണ്ട്. എന്താണ് സഹോദരങ്ങൾ ആ ദീന്? ഇബ്രാഹിം നബി പറയാണ്, എന്റെ പരിചയത്തിൽ നിന്ന് വാപ്പാൻ എനിക്ക് ഉപദേശിക്കാൻ പറ്റൂല, പിന്നെ അനുഭവത്തിൽ നിന്നല്ല ഉപദേശിക്കുന്നത്, പിന്നെ നിങ്ങൾ എന്റെ പിതാവാണ്, പക്ഷെ നിങ്ങൾ എന്നെ അനുസരിക്കണം. എന്തുകൊണ്ട് അനുസരിക്കണം? യാ അബതി ഇന്നി ഖദ് ജാഅനി മിനൽ ഇൽമി മാ ലം യഅതിക ഫത്തബിഇനി അഹ്ദിക സിറാത്തൻ സവിയ്യാ. എന്റെ പിതാവേ, എനിക്കൊരു വിവരം കിട്ടിയിട്ടുണ്ട്, അത് നിങ്ങൾക്ക് കിട്ടാത്തതാണ്. അത് അള്ളാന്റെ അടുത്ത് നിന്ന് എനിക്ക് കിട്ടുന്ന അറിവാണ്, നുബൂവത്താണ്, പ്രവാചകത്വമാണ്. അതിന്റെ അടിസ്ഥാനത്തിലാണ് ഞാൻ പറഞ്ഞത്. അതുകൊണ്ട് നിങ്ങൾ വാപ്പയാണെങ്കിലും മകനായി എന്നെ അംഗീകരിക്കണം. എന്തിനാണ് വാപ്പ നിങ്ങൾക്ക് ഇഷ്ടമില്ലാഞ്ഞിട്ട് ഞാനിത് പറയുന്നത്? യാ അബതി ഇന്നി അഖാഫു അൻ യമസ്സക അദാബും മിനർ റഹ്മാൻ ഫതകൂന ലിശ്ശൈത്താനി വലിയാ. എന്റെ വാപ്പ, നാളെ നരകം നിങ്ങളെ തൊടും, നാളെ നരകം നിങ്ങളെ സ്പർശിക്കും. നാളെ എന്റെ പിതാവ്, എനിക്ക് ജന്മം നൽകിയ എന്റെ പ്രിയപ്പെട്ട പിതാവ്, സ്നേഹ